അപ്പോൾ നമ്മൾ കോറിലേഷൻ എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് രണ്ട് മെത്തേഡ്സാണ് ഉള്ളത്. ഗ്രാഫിക് മെത്തേഡും ഒന്ന് ആൾജിബ്രൈക് മെത്തേഡും. അത് ആൾജിബ്രൈക് മെത്തേഡ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിൽ തന്നെ രണ്ട് മെത്തേഡായിട്ടുണ്ട്. ഒന്ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും സെക്കൻഡാണ് സ്പിയർമാൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും. അത് രണ്ട് മെത്തേഡായിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇത് രണ്ടിനും സെപ്പറേറ്റ് ഫോർമുലയാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ ആർ ഈക്വൽ ടു നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്ന ആർ എന്ന് പറഞ്ഞ ലെറ്ററിലാണ് സ്മോൾ ലെറ്റർ. ആർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു കാൾ പിയേഴ്സൺസിൽ ആർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് വൈ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ ആണ്. അതിൽ കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനാണ് ആർ ഡിനോട്ട് ചെയ്യുന്നത്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. എക്സും വൈയും, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഫസ്റ്റ് വേരിയബിളിനെ ഡിനോട്ട് ചെയ്യും, വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയബിളിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള എന്തൊക്കെ വാല്യൂസാണ് നമുക്ക് വേണ്ടത്? എക്സ് ഇൻറ്റു വൈൻ്റെ സമ്മേഷൻ വേണം. അപ്പോൾ നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞ ടേബിൾ ഫൈൻഡ് ചെയ്യണം. എക്സ് ഇൻറ്റു വൈ നമ്മളെങ്ങനെ ഫൈൻഡ് ചെയ്യുക? 2 ഇൻറ്റു 4 8, 3 ഇൻറ്റു 5 15, 4 ഇൻറ്റു 6 24. ദെൻ അങ്ങനെ നമ്മളെന്താ മൊത്തം ടേബിൾ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടതല്ല സമ്മേഷൻ ഓഫ് എക്സ്. സമ്മേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കെന്താ ഈ എക്സിൻ്റെ എല്ലാ വാല്യൂസും സം ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ദെൻ സമ്മേഷൻ ഓഫ് വൈ ആണ് വേണ്ടത്. അത് നമുക്ക് എന്താ ഇത് മൊത്തം സം ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി സമ്മേഷൻ ഓഫ് എക്സ് വൈ ഇതിൻ്റെ ഫൈൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ ഓഫ് എക്സ് വൈ. ഇനി സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ വേണം. അപ്പോൾ നമുക്കെന്താ വൈൻ്റെ സ്ക്വയർ കാണണം. 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36. അങ്ങനെ നമുക്ക് എന്താ ഈ വാല്യൂസും ഈ ടേബിൾ നമുക്ക് കിട്ടും. ഇനി എക്സിൻ്റെ സ്ക്വയർ വേണം. കാരണം എന്താ സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സിൻ്റെ കാണണം. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെ നമുക്ക് എന്താ വാല്യൂസ് ഈ ടേബിൾ മൊത്തം നമുക്ക് എന്താ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ വാല്യൂസ്. എക്സിൻ്റെ ടോട്ടൽ 35, വൈൻ്റെ ടോട്ടൽ 45, എക്സ് ഇൻറ്റു വൈൻ്റെ ടോട്ടൽ 228, വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 343. ദെൻ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് 203. ഇത് നമുക്കെന്താ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഫോർമുലയിൽ. അപ്പം എൻ എന്ന് പറഞ്ഞാൽ ഇതിലെത്ര വരുന്നത്? 7 അല്ലേ? കാരണം എന്താ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 1 2 3 4 5 6 7. ഈ ഒരു നമ്പർ ഓഫ് ഒബ്സർവേഷൻ അത് 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യുന്നതാണ് എന്ത് എൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻ കിട്ടി. അപ്പോൾ 7 ഇൻറ്റു സമ്മേഷൻ ടോട്ടൽ ഓഫ് എക്സ് ഇൻറ്റു വൈ ആണ്. വൈൻ്റെ ടോട്ടൽ എന്താ 228 മൈനസ് സമ്മേഷൻ ഓഫ് എക്സിൻ്റെ ടോട്ടൽ എത്ര? 35 ഇൻറ്റു വൈൻ്റെ ടോട്ടൽ എത്രയാണ്? 45 ഡിവൈഡഡ് ബൈ റൂട്ട് എൻ എത്രയാണ്? 7 ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ്. അതെന്താ 203 മൈനസ് എക്സിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ. അപ്പോൾ 35ൻ്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് എത്ര വരിക? റൂട്ട് എൻ ഇൻറ്റു എൻ എത്രയാണ്? 7 ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ. സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 343 മൈനസ് സമ്മേഷൻ ഓഫ് വൈൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ. അപ്പോൾ 45ൻ്റെ സ്ക്വയർ. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്നത് 7 ഇൻറ്റു 228 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 228 മൈനസ് 35 ഇൻറ്റു 45 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 21 ഡിവൈഡഡ് ബൈ റൂട്ട് 196 ഇൻറ്റു റൂട്ട് 376 ആണ്. ഇത് 21 ഡിവൈഡഡ് ബൈ 196ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 ഇൻറ്റു ഇതിൻ്റെ റൂട്ട് നമുക്ക് കിട്ടുന്നത് 19.39 ആയിരിക്കും നമുക്ക് ഇതിൻ്റെ റൂട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ലാസ്റ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു 0.0
0.773 ആണ് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ. അപ്പം നമുക്ക് ഈ വാല്യൂ എന്ന് പറഞ്ഞ വാല്യൂ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ, 1നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ, കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോറിലേഷൻ്റെ റിലേഷൻ, അതായത് ഡയറക്ഷനൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് ഉള്ളത്, ഈ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് R=1 ആണ് കിട്ടുന്നത്, 1 എക്സാക്റ്റ് വാല്യൂ 1 ആണ് കിട്ടുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി R=-1 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെന്താ, അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി R=0 ആണ് നമുക്ക് ഇങ്ങനെ ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് 0 ആണ്, ആറിൻ്റെ വാല്യൂ 0 ആണ് കിട്ടുന്നതെങ്കിൽ അതെന്താ, നോ കോറിലേഷൻ അത് ഇൻഡിക്കേറ്റ് ചെയ്യും, കോറിലേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ വാല്യൂ കറക്റ്റ് 1 അല്ല, -1 അല്ല, 0 അല്ല, 0.0773 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 0ന് 1ൻ്റെ വാല്യൂവിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഇൻ കേസ് ഓഫ് ഹൈ ഡിഗ്രി ഓർ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി 0, ഈ ആറിൻ്റെ വാല്യൂ 0ക്കും -1നും 0ക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ വാല്യൂവിനെ നമുക്ക് എന്ത് പറയാം, എന്താണ്, ഇത് നെഗറ്റീവ്, അതായത് ഹൈ ഡിഗ്രി ഓർ മോഡറേറ്റ് ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷനാണ്. ഇപ്പോൾ ഇവിടെ എന്താ, പോസിറ്റീവ് 0ക്കും 1നും ഇടയിലല്ലേ ഉള്ളത്, 0ക്കും 1നും ഇടയിലുള്ള വാല്യൂ അല്ലേ ഇത്, 0.0773. കാരണം നമുക്കറിയാം 0 ഇവിടെ, -1 ഇവിടെ 1, ഏകദേശം ഈ വാല്യൂ ഇവിടെ അല്ലേ വരിക, 0.0773 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ അല്ലേ, ഇത് ഏതിന് ബിറ്റ്വീനിലാണ്, 0ക്കും 1നും ഇടയിലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ നമുക്ക് കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് പറയാം, എഴുതാൻ പറ്റും, ദിസ് ഇൻഡിക്കേറ്റ് ദ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ.